ആ വിഗ് വേണ്ടേക്കാ, അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മുള്ളൻ ചന്ദ്രപ്പനില്ല. ഈവൻ ചന്ദ്രപ്പൻ എന്നുള്ള കഥാപാത്രം ഉണ്ടായിരുന്നു, ഈ വിഗ് വെച്ചതിന് ശേഷമാണ് മുള്ളനായത്. ചന്ദ്രപ്പനെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനത്തെ വിഗ് വന്നപ്പോഴാണ് അത് മുള്ളൻ ചന്ദ്രപ്പനായി മാറുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഇത്തരം സജഷൻസ് നമുക്ക് പറയാവുന്നേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെയാക്കാം. കാരണം അൻവർ പറയുമ്പോൾ ഞാൻ കൺസീവ് ചെയ്തിട്ടുള്ളത് ആ കഥാപാത്രത്തെ പറ്റിയിട്ട് അങ്ങനെയാണ്. അതായത് ഭയങ്കര സ്റ്റൈലും പാൻറ്റും ഷർട്ടും അല്ലേ, നല്ല ഫ്ലോറൽ ഡിസൈനൊക്കെ ഉള്ള ഷർട്ട്, ഇത്തരം മുടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്റ്റൈൽ ആൻഡ് ഫ്രീക്കനായിട്ട് വന്നിട്ട് ഇന്ന് ഭയങ്കര വിശപ്പാശാനെ എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് വരുന്നത്. അപ്പോൾ ആളുകൾ പെട്ടെന്ന് ചിരിക്കും. അപ്പോൾ അങ്ങനെ ആലോചിച്ചാണ് അത് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലേ. ഓക്കെ. അതുപോലെ ഞാൻ ചിന്തിക്കുമ്പം ഇപ്പം നോർമലി ഒരു ഹീറോ എന്നൊരു പൊസിഷനിൽ മാത്രം ആ ഒരു രീതിയിലുള്ള സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടറിലേക്ക് മാത്രം ഒതുങ്ങാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാറ്റേൺ, അത് കോൺഷ്യസ് എഫേർട്ടാണോ? അങ്ങനെയല്ല, ഹീറോ മാത്രമായിട്ടല്ല. ബിക്കോസ് അങ്ങനത്തെ കരിയർ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഹീറോ ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അതൊരു കോൺഷ്യസ് എഫേർട്ടായിരുന്നു ഇക്ക, അല്ലെങ്കിൽ തോട്ട് പ്രോസസ് ആയിരുന്നു ഇക്കാടെ? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. എനിക്ക് തരുന്ന റോളുകൾ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. എനിക്ക് നല്ല കഥാപാത്രങ്ങൾ ആളുകൾ തരട്ടെ. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നതും അങ്ങനെയാണ്. എനിക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്തരത്തിലും കഥാപാത്രങ്ങൾ ആലോചിച്ച് എഴുതി ഉണ്ടാക്കി കൊണ്ടുവരുന്നു, അത് എനിക്ക് തരുന്നു. അപ്പോൾ പിന്നെ എനിക്കതിൽ എൻ്റെ ഇൻപുട്സ് മാത്രം അതിനകത്ത് കൊടുത്ത് നന്നാക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയപ്പോൾ അത് ഹീറോ ആണെന്നോ വില്ലനാണെന്നോ കമേഡിയനാണെന്നോ ഒന്നും നോക്കിയിട്ടില്ല. കിട്ടുന്ന കഥാപാത്രങ്ങളെ മാക്സിമം നന്നായിട്ട് ചെയ്യാം. ഇപ്പോൾ ചില ആളുകളൊക്കെ എൻ്റെ സഹപ്രവർത്തകർ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം ഇനി ഞാൻ ഹീറോ വേഷങ്ങൾ അല്ലെങ്കിൽ ഹീറോയിൻ വേഷങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വില്ലൻ ചെയ്യില്ല, നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങൾ ചെയ്യില്ല, ഞാൻ നല്ല പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുള്ളൂ എന്നൊക്കെ പലരും പറയാറ്. അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടേ ഉള്ളൂ. അത് നമ്മളാണോ തീരുമാനിക്കേണ്ടത്? നമ്മളെക്കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാമെന്ന് വേറൊരാൾക്കല്ലേ തോന്നേണ്ടത്? അപ്പോൾ ഞാൻ നാളെ മുതൽ എൻ്റെ വേഷം മാത്രമേ ചെയ്യുള്ളൂ, പക്ഷെ വേറെ ആൾക്ക് തോന്നുന്നു ഇയാളെ കണ്ടവർ നല്ലവനാണെന്ന് തോന്നില്ലേ, അയാൾക്ക് നല്ല ആളുകളുടെ വേഷം കൊടുക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നിയാലോ? അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ എൻ്റെ പ്ലസ് എല്ലാം മറ്റുള്ളവരാണ് കാണുന്നത്. ഞാനെപ്പോഴും ബോധവാനായിരിക്കുന്നത് എൻ്റെ മൈനസിനെ കുറിച്ചാണ്. എനിക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ട്, എൻ്റെ ചെമ്പ് പുറത്താവരുത്, എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, അപ്പോൾ അത് ഞാൻ ചെയ്യരുത്, ചെയ്താൽ ആൾക്ക് മനസ്സിലാവും എനിക്കത് അറിയില്ല എന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കുക എപ്പോഴും. ഇക്ക ദുൽഖറായിട്ട് വളരെ ക്ലോസ് ആണ്, പ്രണവായിട്ടും വളരെ ക്ലോസ്. എന്തെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ട് ഇവർ തമ്മിൽ? ഇന്നൊരു കാര്യം സിമിലറാ അങ്ങനെ? രണ്ട് സൂപ്പർ സ്റ്റാർസിന്റെ മക്കളാണെന്ന് മാത്രമേ ഉള്ളൂ. ക്യാരക്ടർ വൈസ് അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ പുറത്ത് നിന്ന് നിങ്ങൾ കാണുന്ന ദുൽഖറിനെ അല്ലല്ലോ ഞാൻ കാണുന്നത്. എക്സാക്ട്ലി, അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന പ്രണവിനല്ല. ഞാൻ വളരെ ചെറുപ്പം മുതൽ കണ്ടൊരു കുട്ടി, അവൻ വലുതായി വരുന്നു. അപ്പോൾ എന്നെ അങ്കിൾ എന്ന് വിളിച്ചിട്ട് അവർ എന്നോട് ഇടപെടുന്നു. അപ്പം നിങ്ങൾ കാണുന്നൊരു സ്റ്റാറിനെ എനിക്ക് കാണാൻ പറ്റില്ല. അതിപ്പോൾ മമ്മൂക്കയുടെ കാര്യമാണെങ്കിലും ലാലിൻ്റെ കാര്യമാണെങ്കിലും. ഞാനിപ്പോൾ ചിലപ്പോൾ മോഹൻലാലൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കും, എന്താണ് നിമിഷങ്ങൾക്ക് കോടികളുടെ വിലയുള്ളൊരു സൂപ്പർ താരം എന്നൊക്കെ ഈ മനുഷ്യനെക്കുറിച്ചല്ലേ ആളുകൾ എഴുതുന്നത്? ഈ മനുഷ്യനല്ലേ വെറും ഒരു സാധാരണക്കാരനായിട്ട് എൻ്റെ അടുത്തിരുന്ന് വർത്താനം പറയുന്നത് എന്ന് തോന്നും. അപ്പോൾ എനിക്ക് ഒരിക്കലും അവരിലെ സ്റ്റാറിനെ കാണാൻ സാധിക്കാറില്ല. ഇവരൊക്കെ നമ്മുടെ മക്കളെ പോലെ പിള്ളേരെ പോലെ ദുൽഖറിനെയും പ്രണവിനെയൊക്കെ അങ്ങനെ കാണാനേ പറ്റുള്ളൂ. ഇപ്പോൾ ദുൽഖറിൻ്റെ സീതാരാമം കണ്ടിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, അവനെ നന്നായിട്ടുണ്ട്, നല്ല സിനിമയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. വളരെ സെറ്റിലായിട്ടൊക്കെ അതിനകത്ത് അഭിനയിച്ച കാര്യം അവനെന്തോ അതൊരു വലിയ നിധി കിട്ടിയ പോലെയാണ് അതിൻ്റെ മറുപടി എനിക്ക് അയക്കുന്നത്. അപ്പോൾ എൻ്റെ നിന്നൊരു അപ്രീസിയേഷൻ കിട്ടുന്ന അവൻ അത്ര വലിയ കാര്യമായിട്ട് കരുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കുട്ടികളായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ കാണുന്ന പോലെ ഒരു സ്റ്റാറായിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ. ഇക്ക പണ്ട് KCBയിൽ വർക്ക് ചെയ്തിട്ടില്ലേ? അതുപോലെ ദുബായിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സിനിമ. ബെസ്റ്റ് ഡിസിഷൻ ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഒരു വഴിത്തിരിവായിട്ട് തോന്നിയത് സിനിമ തന്നെയാണോ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ? തീർച്ചയായിട്ടും സിനിമ തന്നെയായിരുന്നു. മുമ്പൊക്കെ എൻ്റെ മനസ്സിലും ഞാനൊരു 4ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ സിനിമ കാണുന്നത് എൻ്റെ ഓർമ്മയിലുള്ളത്. ആ സിനിമ കണ്ട കാലം മുതൽ എനിക്ക് ഇവിടെ ഇരുന്ന് സിനിമ കാണുന്ന ഞാൻ എങ്ങനെയാണ് ആ സ്ക്രീനിൽ വരാൻ പറ്റുക എന്നുള്ള ആലോചനകളാണ്. അന്നിങ്ങനെ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ തട്ടി ഇലക്ട്രിസിറ്റി ബോർഡിൽ കുറേ നാൾ വർക്ക് ചെയ്തു, അവിടെ നിന്ന് തട്ടിത്തിരിഞ്ഞ് സൗദി അറേബ്യയിൽ പോലും ജോലി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും എൻ്റെ ലക്ഷ്യം മുഴുവൻ ഞാൻ ഇനി എന്നാണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ എനിക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരെയും പരിചയമില്ല, എങ്ങനെയാണ് ഇതിനകത്തൊന്ന് കയറി പറ്റുക എന്ന് പറഞ്ഞുകൂടാ. അന്ന് ഇത്രയും എന്താ പറയുക, ജനങ്ങളുടെ ഇടയിലേക്ക് സിനിമ ഇറങ്ങി വന്നിട്ടില്ല. നമുക്കിപ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഷൂട്ടിംഗ് കാണാൻ പറ്റും. അവിടെ നാളെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ വരും. മറ്റേത് അങ്ങനെയല്ല. ഇവരൊക്കെ എവിടെയാണുള്ളത്? ഇവരുടെയൊക്കെ സിനിമകൾ മാത്രം വരുന്നത്, ഇവരൊക്കെ എങ്ങനെയാണ് കാണാൻ പറ്റുക? ഇങ്ങനെയൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്.
പക്ഷേ പിന്നീട് ഇങ്ങനെ ഓരോ അവസരങ്ങൾ കിട്ടി, ഓരോരുത്തർ ചെന്ന് കണ്ട് സിനിമയിൽ വന്നു. അപ്പോൾ ഏറ്റവും നല്ല ഡിസിഷൻ എന്നൊന്നും തോന്നാല്ല, എൻ്റെ ഒരൊറ്റ ഡിസിഷനേ ഉള്ളൂ, ഇത് തന്നെയുള്ളൂ. മറ്റതൊക്കെ അതിൻ്റെ ഇടയിൽ എവിടെയൊക്കെ പെട്ടുപോകുന്നതാണ്. ഒരു ഒഴുക്കിലിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ തടയുമല്ലോ, അങ്ങനെ തടഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അന്തിമമായിട്ട് കടലിൽ പോയി വീഴണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. അൾട്ടിമേറ്റ്ലി ഇവിടെ എത്തി, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, ഇത്രയും നാൾ പിന്നിട്ടു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വെരി ക്ലോസ് ഫ്രണ്ട്, എനിക്ക് എൻ്റെ ഒരു ഗോ ടു പേഴ്സണായിട്ട് എനിക്ക് എന്തുണ്ടെങ്കിലും പോകാൻ പറ്റുന്ന അങ്ങനെ ഒരാൾ ഇൻഡസ്ട്രിയിൽ? ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. ഒരാളെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. എനിക്ക് നല്ല നല്ല വേഷങ്ങൾ തന്ന, ആദ്യകാലത്ത് അങ്ങനെയല്ലേ, നമ്മൾ സിദ്ദിഖ് ഈ വേഷം ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ലോ ആദ്യകാലത്ത് അവനൊരു റോള് കൊടുക്കാം, അവനും കയറി വരട്ടെ അങ്ങനെ വിചാരിച്ചിട്ടല്ലേ ആദ്യം നമുക്ക് ആദ്യകാലത്ത് റോള് കിട്ടുക. പലരും അങ്ങനെ തന്ന് സഹായിച്ചിട്ടല്ലേ നമുക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുള്ള എത്രയോ പേരുടെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മുഖമായിട്ട് ഓർക്കാനോ അല്ലെങ്കിൽ ഒരാളെ പെർട്ടിക്കുലറായിട്ട് പറയാനോ തോന്നിയിട്ടില്ല, ഒരുപാട് പേരുണ്ട്. അതുപോലെ ഒരു ഫേവറേറ്റ് ക്യാരക്ടർ, എനിക്കറിയാം അത് പാടായിരിക്കും പറയാൻ, എന്നാലും ഒരു ഫേവറേറ്റ് ക്യാരക്ടർ ഇപ്പോഴും മനസ്സിൽ ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പറയുമോ? അത് വരാൻ പോണേ ഉള്ളൂ. ആണോ? ഇപ്പൊ ഉള്ളതൊന്നിലും അങ്ങനെ അതിനേക്കാളൊക്കെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇനിയും വരാൻ ഈ അങ്ങനെ ഒരു ഇപ്പൊ പെർട്ടിക്കുലർ ആയിട്ട് ഇന്നൊരു റോള് ചെയ്യണം അങ്ങനെ മോഹിച്ചിട്ടില്ല കേട്ടോ. എല്ലാ റോളും ചെയ്യണം എന്നാണ് എപ്പോഴും മോഹം. ഇതിൽ സിനിമയിൽ എപ്പോഴും കഥാപാത്രങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ആഗ്രഹങ്ങളല്ല, നമുക്ക് അത്യാഗ്രഹങ്ങളാണ് ഉണ്ടാവുക. അത് നടക്കണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരുപാട് മോഹിക്കും, ഒരുപാട് മോഹിച്ചാണ് നമുക്ക് ഓരോരോ ക്യാരക്ടേഴ്സ് കിട്ടുക. പക്ഷേ അത് അങ്ങനെ പറയുമ്പോഴും ഞാൻ പറയേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലും മോഹിച്ച് സിനിമയിൽ വന്ന ആളല്ല. ഇത്രയൊന്നും കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ചെറിയ റോളുകളൊക്കെ മതി, ചെറിയ റോളൊക്കെ അഭിനയിച്ച് സിനിമയിൽ ഉണ്ടായാൽ മതി. സിനിമയായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ നിൽക്കണം എന്ന് മാത്രമല്ല. അപ്പോൾ ഇവരെയൊക്കെ കാണാം, ഇവരൊക്കെ പരിചയപ്പെടാം, ഇവരൊക്കെ അടുപ്പമുണ്ടാവും, ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ അതല്ലാതെ അങ്ങനെ വലിയ മോഹങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇപ്പം കിട്ടിയതൊക്കെ തന്നെ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ കഥാപാത്രത്തെയും ഹൃദയത്തോട് ചേർത്ത് വെക്കാനും എന്നും എല്ലാ കഥാപാത്രങ്ങളും ഓമനിക്കാനും ഒക്കെയുള്ളു. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്ത ക്യാരക്ടേഴ്സിനെ കുറിച്ച് പിന്നെ അധികം അങ്ങനെ ആലോചിക്കാറില്ല. അത് കഴിഞ്ഞല്ലോ. അത് പിന്നെ ഇപ്പോൾ ചിലർ പറയും, എന്താണ് ഈ ഹരിഹർ നഗർ പോലുള്ള കഥാപാത്രങ്ങൾ വീണ്ടും ചെയ്യാത്തതെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ചോദിക്കില്ലേ, ഇപ്പോഴും ഈ ഹരിഹർ നഗർ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, വേറൊന്നും ചെയ്യാനില്ലേ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ നമ്മൾ ഒരു കഥാപാത്രത്തെ നമ്മൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മറന്നു കളയാനാണ്, അല്ലാണ്ട് അത് തലയിൽ വെച്ചുകൊണ്ട് നടക്കാറില്ല. അപ്പോൾ എപ്പോഴും ചെയ്യാനുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ആലോചന. ഇപ്പം നമ്മൾ കഥ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അടുത്തായിട്ട് അഭിനയിക്കാൻ പോകുന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് അതിൻ്റെ സംവിധായകൻ പറഞ്ഞു കഴിയുമ്പോൾ അതിനെക്കുറിച്ചായിരിക്കും എപ്പോഴും കൂടുതൽ ആലോചിക്കുക. അപ്പോൾ എല്ലാവരും പറയുമല്ലോ, നമ്മൾ ഇത്രയും കാലം നടന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇങ്ങനെ കിടക്കില്ലേ മുമ്പിലേക്ക്, ഇഷ്ടംപോലെ വഴികൾ കിടക്കില്ല. അപ്പം നമ്മൾ മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ക്വസ്റ്റൻ അതായിരുന്നു. ഇതുവരെ ചെയ്ത ക്യാരക്ടർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ആൾക്കാർ ഹോണ്ട് ചെയ്യും ചില ക്യാരക്ടറുകൾ ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെ ഇല്ല, ഉണ്ടായിട്ടില്ല. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ സഹപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ട് ആ കഥാപാത്രം ഇങ്ങനെ വിട്ടുപോയിട്ടില്ല ഇപ്പോഴും. അപ്പം ഞാൻ എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം ഞാനെനിക്ക് മോഹൻലാലിനോട് ചോദിച്ചു, ഇങ്ങനെ അങ്ങനെ തോന്നുന്നില്ലല്ലോ ഒരു കഥാപാത്രം ചെയ്ത് കഴിഞ്ഞാൽ. ലാൽ പറഞ്ഞ ആ ഷോട്ട് കഴിയുമ്പോൾ പോകുമെന്ന് പറഞ്ഞു. അതൊന്നും നമ്മൾ കൊണ്ട് നടക്കാറില്ല. ആ ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിരുന്ന വേറെ ആളായിട്ടിരുന്ന് നമ്മളോട് തമാശ പറയും. അപ്പോൾ അത്രയും വലിയൊരു ആക്ടർക്ക് അങ്ങനെ തോന്നുക. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇത് തന്നെ ആയിരിക്കും കറക്റ്റ്. എനിക്കങ്ങനെ ഇപ്പോൾ ഒരു റോൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരയുന്ന സീനായിരിക്കും. ആ കരയുന്ന സീൻ പോലും നമ്മൾ ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് വിഷമിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. വിഷമിച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ സമയത്ത് വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ആ സീൻ എന്താണ്, ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ കരഞ്ഞിട്ട് അഭിനയിക്കുന്നത്. ഇതും കഴിഞ്ഞ് പിന്നെ നമ്മൾ കരഞ്ഞിട്ടാണോ വീട്ടിൽ പോവുക? അങ്ങനെ ചെയ്യാറില്ല. അതിപ്പം എനിക്ക് തോന്നുന്നു മറ്റ് പ്രൊഫഷണൽ ആളുകളും അങ്ങനെ അത് കൊണ്ട് നടക്കുമോ? അങ്ങനെ ചിലപ്പോൾ ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഒരു രോഗിയെ ഡയഗ്നോസിസ് ചെയ്ത് സർജറിയാണ് വേണ്ടതെങ്കിൽ ആ സർജൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വിടൂല്ലേ? അടുത്തതിനെ പറ്റിയല്ല ആലോചിക്കും. എനിക്കങ്ങനെ തലയിൽ കൊണ്ടു നടക്കാനേ ഇഷ്ടമല്ല. ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അത് കഴിഞ്ഞു, അത് മറന്നു. ഓക്കെ.